ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലേസി മോമോസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കുഴക്കവും പരത്തുകയൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോമോസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ പീസ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കാബേജ് കട്ട് ചെയ്തെടുത്തത്, പിന്നെ 1/4 കപ്പ് തന്നെ ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റ്, ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, കൂടെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, കൂടെ 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഒരുപാട് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിനും ഉപ്പുണ്ടാവും. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു വലിപ്പത്തിൽ നമുക്കിതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ബാക്കിയുള്ളതും നമുക്കിതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. അങ്ങനെ ഇതിപ്പം എല്ലാതും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചട്നി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 4 ഉണക്കമുളക് കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ തക്കാളി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കും. ഇനി ഇത് നമുക്ക് നല്ലപോലെ ചൂടാറി കിട്ടണം. അങ്ങനെ ഇതിപ്പോൾ നല്ലപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ ആ തൊലിയെല്ലാം ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റാം. ഇതുപോലെ തൊലി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു മാറ്റി വെച്ച തക്കാളിയുടെ കൂട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര, കൂടെ അരമുറി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതിപ്പം ഫ്രീസറിൽ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ഓരോ ബോൾസും ആദ്യം മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാൻ പാടില്ല. പെട്ടെന്നൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മൈദയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം.
ഇനി വീണ്ടും വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ മൈദയിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് 3-4 പ്രാവശ്യം ചെയ്തെടുക്കണം. വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ബോൾസും നമുക്കിതുപോലെ ആദ്യം മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ശേഷം വെള്ളത്തിലൊന്ന് പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മൈദയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. വീണ്ടും വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് മൈദയിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും കോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് 4-5 തവണ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ അല്പം ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ഓരോ ബോൾസും നമുക്ക് ഇതുപോലെ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുക്കായതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഇഡ്ഡലി തട്ടിൽ അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ബോൾസും ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ബാക്കിയുള്ളതും നമുക്കിതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ വൈറലായിട്ടുള്ള ലേസി മോമോസ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുഴക്കവും പരത്തുമൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോമോസ് കൂടിയാണ്. നമ്മൾ സാധാ ഷീറ്റെല്ലാം പരത്തി ചെയ്യും പോലെ തന്നെ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കുമ്പം കിട്ടുന്നുണ്ട്. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്നൊരു മോമോസ് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോമോസും ചട്നിയാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.